Hi students, welcome to the lecture. Today we will be dealing with the real business cycle theory. So without much delay, let's move on to the topic. A real business cycle model. We turn our model of economy under flexible prices into a model of fluctuations. So എന്താണ് ഫ്ലെക്സിബിൾ പ്രൈസസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എക്കോണമിക് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മോഡൽ ഓഫ് ഫ്ലക്ച്വേഷൻസിലോട്ടേക്കാണ് പോകുന്നത്. ആൻഡ് ഈ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ലേബർ സപ്ലൈ ബിഹേവിയറുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ക്ലാസിക്കൽ മോഡലിൽ എങ്ങനെയാണ് ലേബർ സപ്ലൈ ഫിക്സ്ഡ് ആണ് എന്നുള്ളതും ആ ലേബർ സപ്ലൈ ആണ് എംപ്ലോയ്മെന്റ് ലെവലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും എന്നിരുന്നാലും എംപ്ലോയ്മെന്റ് ബിസിനസ് സൈക്കിൾ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ലേബർ മാർക്കറ്റ് ക്ലിയർ ആകും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് ലേബർ മാർക്കറ്റ് ക്ലിയേഴ്സ് എന്നുള്ള അസംഷൻ ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എടുക്കുന്നത് പോലെ തന്നെ നമ്മളിവിടെ അസ്യൂം ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എക്സാമിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വി ആർ എക്സാമിനിങ് വാട്ട് കോസസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ സപ്ലൈഡ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി നമുക്കറിയാം ക്ലാസിക്കൽ മോഡലിൽ അഗ്രിഗേറ്റ് ഇൻകം to include changes in labor supply. So aggregate income എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമായിട്ടും കൂടി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ലേബർ സപ്ലൈയുടെ ചേഞ്ചസുമായിട്ടും കൂടി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. So the supply of output depends in part only the supply of labor, which means that the greater number of hours people are willing to work, the more output the economy can produce. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സപ്ലൈ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ സപ്ലൈയുടെ ഒരു പാർട്ട് മാത്രമാണ് എന്നും, അതായത് എത്രത്തോളം സമയമാണോ ഒരു വ്യക്തി വർക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആകുന്നത് അത്രത്തോളം ഔട്ട്പുട്ട് ഒരു എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വി എക്സാമിൻ ഹൗ വേരിയസ് ഈവൻറ്റ്സ് ഇൻഫ്ലുവൻസ് ലേബർ സപ്ലൈ ആൻഡ് അഗ്രിഗേറ്റ് ഇൻകം അക്കോർഡിംഗ് ടു റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. സോ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് ലേബർ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് അഗ്രിഗേറ്റ് സപ്ലൈ ഇൻകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്? റിയൽ ബിസിനസ് സൈക്കിളിനെ ആശ്രയിച്ചാണ് നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഇന്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്താണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ സപ്ലൈഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻസെന്റീവ്സ് that the workers receive at a point of time. So എത്രത്തോളം ലേബർ ഒരു എക്കോണമിയിലോട്ടേക്ക് സപ്ലൈഡ് ആകുന്നു എന്നുള്ളത് എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? ആ പർട്ടിക്കുലർ ടൈമിൽ വർക്കേഴ്സിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു വർക്കർ വെൽ റിവാർഡഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, അയാൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ they wish to work more hours, and if they are not given this much rewards they won't be working. Okay, so this willingness to reallocate hours of work over time is called intertemporal substitution of labor. So എന്താണ് ഈ ഒരു ഹവേഴ്സ് ഓഫ് വർക്ക് റീഅലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ ആ വില്ലിങ്നെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു എത്രത്തോളം ലേബർ ഒരു എക്കോണമിയിലോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആശ്രയിക്കുന്നത് അവിടെ ഉള്ള വർക്കേഴ്സിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓരോ വർക്കേഴ്സിനും ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടാകും, ഇല്ലെങ്കിൽ താല്പര്യമുണ്ടാവില്ല എന്നും അതിനെയാണ് ഓരോ വ്യക്തികളും അവരുടെ ഹവേഴ്സ് ഓഫ് വർക്ക് റീഅലോക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന വില്ലിങ്നെസ്സിനെയാണ് ഇന്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ടൈം ഡിപ്പെൻഡൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A second year college student has 2 years summer vacation left before graduation. He wishes to work for one of these summers and to relax during the other summer. How should he choose which summer to work? അപ്പോൾ എന്താണ് ഇവിടെ നോക്കിക്കേ, ഒരു സെക്കൻഡ് ഇയർ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹത്തിന് 2 വർഷം സമ്മർ വെക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേഷന് മുന്നേ 2 വർഷം സമ്മർ വെക്കേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ ഏത് വർഷത്തെ സമ്മർ വെക്കേഷൻ വേണം വർക്ക് ചെയ്യാനായിട്ട്, ഏത് വർഷത്തെ വേണം റിലാക്സ് ചെയ്യാനായിട്ടുള്ളതും എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്ന ഏത് വർഷമാണോ അദ്ദേഹം ആ ഒരു വർഷമായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുക, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. Let W1 be his real wages in the first summer. ഫസ്റ്റ് സമ്മറിൽ W1 ആണ് അദ്ദേഹത്തിന്റെ വേജ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് സമ്മറിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് W2 ആണ്.
ചൂസിങ് വിച്ച് സമ്മർ ടു വർക്ക് മീൻസ് കമ്പയറിംഗ് ദീസ് ടു വേജസ്. ഈ രണ്ട് വേജസിനെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വേജ് കിട്ടുന്നിടത്തായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യും, വർക്ക് ചെയ്യുക അല്ലേ. സോ സിൻസ് എ സ്റ്റുഡൻറ് ക്യാൻ ഏൺ ഇൻട്രസ്റ്റ് ഓൺ മണി ഏൺഡ് ഏർലിയർ, the money earned in the first summer is worth more than the money earned in the second summer. So എന്താണ് നമ്മൾ ഏത്, ഇപ്പം അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്, വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏത് സമയത്താണ് എന്നുള്ളത് അദ്ദേഹം നോക്കുക. അതായത് ഇപ്പം ഫസ്റ്റ് ഇയറിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ സമ്പാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ പൈസയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹി ക്യാൻ ഡു, സെക്കൻഡ് ഇയറിൽ അദ്ദേഹത്തിന് വെക്കേഷൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സാധിക്കും. സോ ഹി വിൽ ബി വർക്കിംഗ് ഇൻ ദ ഫസ്റ്റ് സമ്മർ. അതാണ് ഇവിടെ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ലെറ്റ് ആർ ബി ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ആർ ആണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കണക്കാക്കുക. ഇഫ് ദ സ്റ്റുഡൻറ് വർക്ക് ഇൻ ദ ഫസ്റ്റ് സമ്മർ, ഫസ്റ്റ് സമ്മറിൽ W1 വേജസിൽ ആ സ്റ്റുഡൻറ് വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ആൻഡ് ഹി സേവ്സ് ഹിസ് ഏർണിങ്സ്, then he will have 1 plus r into W1 a year later. അതായത് ഇൻട്രസ്റ്റ് റേറ്റും കൂടി ആഡ് ചെയ്തുകൊണ്ട് W1 ഇൻറ്റു 1 പ്ലസ് ആർ ആയിരിക്കും അദ്ദേഹത്തിന് സെക്കൻഡ് ഇയറിൽ അദ്ദേഹത്തിന്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം സെക്കൻഡ് ഇയറിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് സമ്മറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വേജ് എത്രയാണ്, W2 ആണ്. സോ ഇന്റർ ടെമ്പോറൽ റിലേറ്റീവ് വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 പ്ലസ് ആർ ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ W2 ആയിരിക്കും അദ്ദേഹത്തിന്റെ ഇന്റർ ടെമ്പോറൽ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ W1 എന്ന് പറഞ്ഞിരിക്കുന്ന വേജിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേവിങ്സ് എന്ന് പറയുന്നത് 1 പ്ലസ് ആർ ഇൻറ്റു W1 ആയിരിക്കും. ഓക്കെ, ഇത് സെക്കൻഡ് ഇയറിൽ അദ്ദേഹത്തിന്റെ ഏർണിങ്സ് ആയിരിക്കും. എപ്പോൾ, ഫസ്റ്റ് ഇയറിൽ അദ്ദേഹം വർക്ക് ചെയ്ത്. ഇൻ കേസ് രണ്ടാമത്തെ സമ്മറിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ W2 ആയിരിക്കും വേജസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർ ടെമ്പോറൽ റിലേറ്റീവ് വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 പ്ലസ് ആർ ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ W2 ആയിരിക്കും. ഓക്കെ, സോ വർക്കിംഗ് ഇൻ ദ ഫസ്റ്റ് സമ്മർ അദ്ദേഹത്തിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വേജ് കൂടുതലാണ്. ദാറ്റ് ഇസ്, ഓർ ഇഫ് ഹി ഹാസ് ദ വേജ് high relative to the wage expected to the prevailing in the future. So what happens, ഇവിടെ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, കൂടുതൽ വേജ് കിട്ടും. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സോ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൾ വർക്കേഴ്സ് കാൽക്കുലേറ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ടു ഡിസൈഡ് വെൻ ടു വർക്ക് ആൻഡ് വെൻ ടു എൻജോയ് ലീഷർ. ഏത് സമയത്താണ് വർക്ക് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ലീഷർ എൻജോയ് ചെയ്യേണ്ടത് എന്നും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓരോ വർക്കേഴ്സും നടത്തും. എന്ത് ബേസ് ചെയ്തുകൊണ്ട്, റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത് അങ്ങനെയാണ്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ വർക്കേഴ്സും എത്ര സമയം വർക്ക് ചെയ്യണമെന്നും എത്ര സമയം ലീഷർ എൻജോയ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നു. ഇഫ് ദ വേജ് ഇസ് ടെമ്പററിലി ഹൈ ഓർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹൈ, ഇറ്റ് ഈസ് ഗുഡ് ടൈം ടു വർക്ക്. ഇപ്പം വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെമ്പററിലി ഹൈ ആയിട്ട് നിൽക്കുകയാണ്, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ടെമ്പററി പീരീഡ് വരെ കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വർക്ക് ചെയ്തുവാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ മണി സമ്പാദിക്കാം. ഇഫ് ദ വേജ് ഇസ് ടെമ്പററിലി ലോ, ഇപ്പം വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന് ലീഷർ എൻജോയ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, real business cycle theory uses intertemporal substitution of labor to explain why employment and output fluctuate. സോ എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും എന്തുകൊണ്ടാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ ടെമ്പോറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ആണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഷോക്സ് ടു ദ എക്കോണമി ദാറ്റ് കോസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ടു റൈസ് ഓർ വേജ് റേറ്റ് ടു ബി ടെമ്പററിലി ഹൈ കോസ് പീപ്പിൾ വാണ്ട് ടു വർക്ക് മോർ വിച്ച് റേസസ് ദ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഇപ്പോൾ എക്കോണമിയിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബൂം വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്, വേജസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്താണ്, വ്യക്തികൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ടായിരിക്കും താല്പര്യപ്പെടുക. അങ്ങനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഒക്കെ ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയിൽ ഇന്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഉപയോഗിച്ചിട്ടാണ് എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, then now moving on to real aggregate demand and real aggregate supply. So real business cycle തിയറിയിൽ intertemporal substitution of labor എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരത് ക്ലാസിക്കൽ മോഡൽ ഓഫ് തിയറിയിലോട്ടേക്കും ഇൻക്ലൂഡ് ചെയ്യുന്നു. അവർ അനാലിസിസ് ഓഫ് ലേബർ സപ്ലൈ ഷോസ് ദാറ്റ്
the interest rate influences the attractiveness of working today. So interest rate ആണ് എന്തിനെ തീരുമാനിക്കുന്നത്, വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. ഇനി the higher the interest rate കൂടുതലാണ് എന്നുണ്ടെങ്കിൽ greater amount of labor നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും and നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Figure 17.3 shows the real business cycle model of the economy. Because of intertemporal substitution of labor, the real aggregate supply curve slopes upward rather than vertically. So vertical ആയിട്ട് നിൽക്കുന്നതിന് പകരം ഒരു upward sloping ആയിരിക്കും റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്? It is because of the intertemporal substitution of labor. Intertemporal substitution of labor ആണ് ഈ ഒരു അഗ്രിഗേറ്റ് സപ്ലൈ കർവ് മുകളിലോട്ടേക്ക് സ്ലോപ്പ് ചെയ്യാനായിട്ട് കാരണം. Which means കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ താല്പര്യപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ എംപ്ലോയ്മെന്റ്, കൂടുതൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then real interest rate adjust to equilibrate real aggregate supply and real aggregate demand. So ഈ ഒരു real interest rate എന്ന് പറയുന്ന ഘടകമാണ് real aggregate supply നെയും real aggregate demand നെയും ഇക്വിലിബ്രിയത്തിലാക്കുന്നത്. We can use this model to explain fluctuations in output. So ഔട്ട്പുട്ടിന് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു എക്കോണമിയിൽ എന്തെങ്കിലും ഒരു ഷോക്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നത്. ഇന്റർടെമ്പോറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ എംപ്ലോയ്മെന്റിനകത്തും ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ഇന്റർടെമ്പോറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഘടകം മാറുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും അങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇന്റർടെമ്പോറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റ് ബേസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും എംപ്ലോയ്മെന്റ് ആസ്പെക്ട്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് റിയൽ അഗ്രിഗേറ്റ് സപ്ലൈനെയും റിയൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും ഇക്വിലിബ്രിയത്തിലോട്ടേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇക്കോണമിയിലെ എന്തെങ്കിലും ഷോക്സോ സ്റ്റിമുലസോ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. Then main ആയിട്ട് to explain the shift in this aggregate demand and aggregate supply, real business cycle theorist has emphasized changes in physical policy and technology. So നമ്മൾ പറഞ്ഞു എക്കോണമിയിൽ എന്തെങ്കിലും ഷോക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ചേഞ്ച് ചെയ്യുന്നത്. റിയൽ അഗ്രിഗേറ്റ് ഡിമാൻഡും റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ. സോ ആ ഷോക്സ് ഇവിടെ എന്തൊക്കെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് തിയറിസ്റ്റുകൾ? ഫിസിക്കൽ പോളിസി ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടെക്നോളജി. സോ ഇവയ്ക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്? ഈ ഒരു ബിസിനസ് സൈക്കിൾ ഇക്വിലിബ്രിയത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദി സോഴ്സസ് ഓഫ് ഷോർട്ട് റൺ ഫ്ലക്ച്വേഷൻസ്, അതായത് ഈ ഫിസിക്കൽ പോളിസി അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഷോർട്ട് റൺ ഫ്ലക്ച്വേഷൻസ് എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. And that we will be looking at the next session. Enjoy learning and God bless you all. Thank you so much.